നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മലയാളം ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റിൽ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു മോഡേൺ വീടാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോഡേൺ വീടിൻ്റെ പണി ഏകദേശം നമ്മൾ കംപ്ലീറ്റഡ് ആക്കി കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അകത്തും പിന്നെ കുറേ പരിപാടികളൊക്കെ നമുക്ക് ഇനി ചെയ്യാനായിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഏതെങ്കിലും അച്ഛന്മാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ എൻ്റെ തൊട്ടടുത്താണ് ആ ബെല്ലേക്ക് ആ മണി ചെറുതായിട്ടൊന്ന് ഞെക്കി പൊട്ടിക്കുക. ഓൾ നോട്ടിഫിക്കേഷൻസ് ഉള്ളത് എന്നിട്ട് എനേബിൾ ആയിട്ട് ചെയ്തിടുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എല്ലായിടത്തും കൊണ്ടുവന്ന് ഗ്ലാസ് വെക്കാനായിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു മോഡേൺ സിമ്പിൾ വീടാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാരുടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമ്മുടെ ചാനലിലെ വീഡിയോ കയറി നോക്കി കാണാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് എന്തെങ്കിലും റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഗ്ലാസ് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി വാതിൽ വെക്കണം. വാതിലും വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡും വാതിൽ വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പുറത്തേക്ക് നമ്മൾ ഇതേ ഒരു സെറ്റപ്പ് ഇതും വന്നിട്ടുണ്ട്. താഴേക്കൂടെ ഗ്ലാസ് തന്നെയാണ് വെച്ചേക്കുന്നത്. നിലത്തുള്ള വെള്ളം അറിയാനൊക്കെ ആയിട്ടാണ് ഇതേ വീട്ടിലേക്കുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ വന്ന് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറാം. ഇനി വീടിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. ഓക്കെ, വാതിൽ ശരിയല്ല. ഞാൻ ഇവിടെ എന്തായാലും ഒരു ലൈറ്റ് പോലെ ഒരു സെറ്റപ്പ് വെക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഗ്ലാസ് അല്ലല്ലോ, അതൊന്ന് പൊട്ടിച്ച് കളയട്ടെ. എന്നിട്ട് നമുക്ക് എന്താക്കണ്ടേ, നമുക്ക് അവിടെ വയ്ക്കാനുള്ള സാധനം എടുക്കട്ടെ. ഓക്കെ, സീലാൻഡേഡായിട്ട് നമുക്ക് അവിടെ വയ്ക്കാം. ടോപ്പിലും താഴെയും വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ലൊരു വെട്ടം പോലെ തന്നെ നിന്നോട്ടെ. നമുക്ക് കയറി വരുമ്പോഴൊക്കെ കാണാൻ നല്ലൊരു രസം വേണമല്ലോ. അപ്പോൾ രാത്രിയാണെങ്കിൽ വേറെ ഇനി ലൈറ്റ് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാതിൽ തുറന്ന് അവിടെ വേണ്ട അകത്തേക്ക് കയറ്റിക്കുക. ഓക്കെ, വാതിൽ ഇത് പുറത്തുനിന്നാകുമ്പോൾ വാതിൽ ആകെ ബോറാണ്. അകത്തുനിന്ന് തന്നെ വാതിൽ കൊടുക്കാം. ഓക്കെ, യെസ്. അപ്പോൾ വാതിൽ നമ്മൾ അകത്തേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. സീലാൻഡേഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ വേണമെങ്കിൽ ഒരു പടിയും കിടക്കട്ടെ. കണ്ടില്ലേ, പുറത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വെട്ടം എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ സീലാൻഡ് എന്നൊക്കെയാണ് ആയിപ്പോണത്. അപ്പോൾ സീലാൻഡ് നമുക്ക് ഇവിടെയും വയ്ക്കാം. ഇവിടത്തെയും ആ ഒരു വൈറ്റ് കോട്ട്സ് ഒന്ന് പൊട്ടിച്ച് കളയാം. വൈറ്റ് വെച്ചത് നമ്മൾ ആ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള ആ ഒരു ഇതാണ്. ഇവിടെ ഒന്ന് പൊട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. താഴെയും വെച്ചാലോ? ഓക്കെ, താഴെയും. ഓക്കെ, നൈസ്. അപ്പോൾ ഒരു വെട്ടം കയറി കിടന്നോട്ടെ അല്ലേ. അപ്പോൾ ഇവിടെ ഇനി വാതിൽ വെച്ചില്ല. വാതിലും ഇതിൻ്റെ മേളിൽ തന്നെ വെക്കണം. വാതിലും വെച്ച് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീടിൻ്റെ പുറത്തുനിന്നുള്ള ആ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് നമ്മുടെ വീട് ഒരു ഹൈടെക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡേൺ ഹൗസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കണ്ടില്ലേ, കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ് നമ്മൾ നേരത്തെ പണിതിട്ടാണ് അണ്ടർഗ്രൗണ്ട് ഹൗസും ട്രീ ഹൗസൊക്കെ. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു വലിയൊരു സംരംഭം പോലെ ഒരു വമ്പൻ സംഭവം ആക്കി എടുക്കും നമ്മുടെ ഇവിടെ. നമുക്കിവിടെ ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്യാം കേട്ടോ. അത് താഴെ വെച്ചിട്ട് നമുക്ക് ഓക്കെ, താഴെ വെച്ചിട്ട് നമുക്കൊന്ന് ഓക്കെ, അത് ഈ സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. സെയിം തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും റെഡി ആക്കണം. ഇവിടെ ഒരെണ്ണം വെച്ചു, യെസ്, അടച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ആ ഒരു ടേബിൾ മേശ പോലെ. ഇനി അവിടെ ഇരിക്കാനായിട്ടൊരു സംഭവം കൂടി കൊടുക്കണം. ഓക്കെ, ആ സ്റ്റെയറിൻ്റെ ഒരു കട്ട കൊടുത്തപ്പോൾ നമുക്ക് കസേരയിൽ ഇരിക്കണ ആ ഒരു ഫീല് കിട്ടും. ഇനി നമുക്കിവിടെ ഒരു ബെഡ് ഉണ്ടാക്കാം. കാരണം വീട്ടിലുള്ള ബെഡ് ഇല്ലെങ്കിൽ ഒരു രസമില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ ബാനർ 2 വെക്കുകയാണ്. ബാനർ 2 വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ സ്ലാബ് വയ്ക്കുമ്പോൾ ഇല്ല, അത് വച്ചേക്കണ കറക്റ്റ് അല്ല. അപ്പോൾ ഒന്നും കൂടി ബാനർ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നേരേക്ക് വെക്കണം. ബാനർ നേരെ ഓക്കെ, ഒരെണ്ണം വെച്ച് ഇപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ 2 നമ്മൾ ബാനർ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഓക്കെ റെഡി. അപ്പോൾ നോക്കുമ്പോൾ തലോണ വെച്ചേക്കണ ആ ഒരു ഗെറ്റപ്പ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇവിടുന്ന് തന്നെ സ്ലാബ് വെച്ച് ഫില്ല് ചെയ്യണം. ഒരു ഇതും വയ്ക്കുക, കട്ടിലും വയ്ക്കുക. ഒരെണ്ണമല്ല 2 വെക്കണം. 2 വൈറ്റ് കട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിൽ സെയിം തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു സ്ലാബും വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കട്ടിലിൻ്റെ സെറ്റപ്പും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇൻ കേസ് ഇനി രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് കിടന്നുറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ ഒരു കട്ടിൽ നല്ല രീതിയിൽ നമ്മൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ട് ഇനി അവിടെ വേണമെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് അലങ്കരിക്കുക. അപ്പോൾ ഫോട്ടോൻ്റെ പിക്ക് എവിടെയാണെന്നുള്ളത് നമുക്ക് ഇതിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ട്. അതിന് മുമ്പേ ഒരു കാര്യം ചെയ്യണം, നമുക്ക് ഒരു റോഡ് വെക്കണം. എൻഡ് റോഡ് വെക്കാം, കുറച്ച് വെട്ടം കിട്ടാനായിട്ടാണ്. ഇവിടെ പറഞ്ഞിരിക്കട്ടെ, ഇവിടെ അയ്യോ അത് വെച്ച കട്ടയില്ല, ഒരെണ്ണം ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് തൊട്ട് താഴെ നമുക്ക് ഒരു സ്ലാബ് വെച്ചിട്ട് ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫുൾ കട്ടായിരിക്കുന്നതിൻ്റെ മേളിലാണ് നമുക്ക് ആ ഒരു സംഭവം വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് തൊട്ട് താഴെ ഒരു സ്ലാബ് വെച്ചു, ഇവിടെ സ്ലാബ് വെച്ചു. എൻ്റെ മോനെ ഹൈടെക് വീട് പോലെ ആക്കിയിട്ടുണ്ട്. സെറ്റ് ഒരു എന്താ പറയുക, റിസോർട്ടിലൊക്കെ ചെന്നുള്ള ബെഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അവിടെ ഒരു പടവും നമ്മൾ വെച്ചിട്ടുണ്ട്, ഒരു സീനറിക്ക്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡറിൽ പിക്ചറൊന്നും അത്ര ലോഡായി വരില്ല. അപ്പോൾ അത് ആകെ വൃത്തികേടായിരിക്കും. അതെന്തായാലും കിടക്കട്ടെ, ഒരു ഫോട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് കിടട്ടെ. ഇനി ഇപ്പറയും നമുക്കൊരു ഫോട്ടോ ഇവിടെ കൊടുക്കാം, ഇരിക്കണതിൻ്റെ ഓപ്പോസിറ്റ്. അതും സെറ്റാക്കിയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ലെവലിലാണ് നമ്മളത് പണിതും വെച്ചേക്കുന്നത്. ഇനി ഇപ്പുറം ഇവിടെ എവിടെയെങ്കിലും വെക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഇനി നമുക്ക് ടോർച്ച് വെക്കണം. ടോർച്ച് ഇല്ലാതെ എന്ത് വീട്. അപ്പോൾ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ടോർച്ച് വയ്ക്കാം.
കാരണം രാത്രിയാകുമ്പോൾ നമുക്ക് വെട്ടം വേണം. വെട്ടമില്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. ഇനി ചെസ്റ്റ് ഇവിടെ ഒരെണ്ണം വയ്ക്കാം, ഇവിടെ വയ്ക്കാം. 4 കൊണ്ട് വന്ന് വയ്ക്കണം. ഇവിടെയും വേണമെങ്കിൽ ചെസ്റ്റ് വയ്ക്കാം. ഓക്കെ, 4 വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ, ഈ കോർണറിലായിട്ട് 2 ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് സ്ലാബ് വയ്ക്കാം. സ്ലാബ് എടുക്കട്ടെ, കോട്ട് സ്ലാബ് മുകളിൽ വെക്കണം. കോട്ട് സ്ലാബ് എടുത്തിട്ട് നമ്മൾ അവിടെ വച്ചിട്ടുണ്ട്. അതൊന്നുമല്ല കറക്റ്റായിട്ട് ഇതിനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കോട്ട് സ്ലാബ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഫർണസ് വെക്കാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ അവിടെയായിട്ട് കുഴി പോലെ എടുക്കുകയാണ്. 4 ഇത് വെച്ചു. ഇനി അവിടേക്ക് നമ്മൾ തീ വെക്കണ സംഭവം വെച്ചിട്ടുണ്ട്. തീ വെക്കണ 4 സൈഡിൽ പൊട്ടിച്ചിട്ട് വെക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഫർണസ് വെക്കാനായിട്ട് വേണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കോൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സാധനം വർക്കിംഗ് ആയിട്ട് തന്നെ ഇരിക്കും. ഫർണസ് എന്തെങ്കിലും ഇപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ റോസ്റ്റ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ചുമ്മാ കൊണ്ടുവന്ന് ഇവിടെ ഫർണസിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ എന്തായാലും ഫർണസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ട്. അത് നമുക്കൊന്ന് നേരെ ആക്കണം. പക്ഷെ വേറെ സീനൊന്നുമില്ല. ഈ സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് ചെറുതായിട്ടിരിക്കുന്നത്. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഇനി താഴെ വൈറ്റ് നമ്മുടെ വാതിൽ പൊളിഞ്ഞ് വൈറ്റ് കാർപ്പറ്റ് നമ്മളൊന്ന് വയ്ക്കാനായിട്ട് പോകണം. വൈറ്റ് കാർപ്പറ്റ് വെച്ച് നമ്മുടെ വീടിൻ്റെ സെറ്റപ്പ് ഒന്ന് റെഡി ആക്കി എടുക്കണം. വൈറ്റ് കാർപ്പറ്റ് അവിടെ ഇവിടെയൊക്കെ, അതായത് നമുക്ക് എവിടെയൊക്കെ വയ്ക്കാൻ സ്ഥലങ്ങളുണ്ടോ അവിടെ എല്ലാം നമ്മൾ വൈറ്റ് കാർപ്പറ്റ് വെക്കണം. നമ്മുടെ വാതിലേ അവിടെ സീനോ വൈറ്റ് കാർപ്പറ്റ് ഇട്ടാൽ ഇവിടെ എല്ലാം ഒന്ന് വെച്ച് റെഡി ആക്കിയിട്ട് ഓക്കെ ആക്കാം. ഇപ്പുറത്തെ സൈഡിലും ഒരു ലൈറ്റ് ഇരിക്കട്ടെ. ഇവിടെ നമുക്ക് എന്തായാലും 3 ലൈറ്റ് വെച്ചേക്കാട്ടെ. കാരണം ഇവിടെ ലൈറ്റിൻ്റെ ആവശ്യം നല്ല അത്യാവശ്യമാണ്. കണ്ടില്ലേ, അത് വച്ചിരിക്കുന്നത് തിരിഞ്ഞു പോയി. അതൊന്ന് റെഡി ആക്കണം. ഫർണസ് തന്നെ ഒരെണ്ണം കറക്റ്റായിട്ട് സെറ്റ് മോന് സെറ്റ്. അപ്പോൾ ഫുൾ ടൈം തീയുള്ള ഫർണസ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്നില്ലേ. ഫുൾ ലൈറ്റ് അറേഞ്ച് ചെയ്തേക്കണ ആരാണ് നിങ്ങൾക്ക്. നമ്മുടെ അപ്പുറത്തെ വീടിൻ്റെ വെട്ടങ്ങളുണ്ടോ, ഒരു രക്ഷയില്ലാത്ത വീടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക്. ഇനി ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. എനിക്ക് ഇവിടെ വേണ്ട. ഒരു ചെസ്റ്റിൻ്റെ അവിടുത്തെ ആവശ്യമില്ല. ഇവിടെ കിടന്നുറങ്ങാന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ വേണമെന്ന് വെച്ചാൽ കിടക്കണം. ലൈറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇനി ചെസ്റ്റ് അവിടെ പറഞ്ഞ മൂവ് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് ഞാൻ നോക്കണത്. നമുക്ക് എന്തായാലും ഇവിടെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് വൈറ്റ് കാർപ്പറ്റ് ഒട്ടിച്ച് പോവാം. അവിടെ വെച്ച് പോകാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ താഴേക്കും വൈറ്റ് കാർപ്പറ്റ് ഒട്ടിക്കാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ വൈറ്റ് കാർപ്പറ്റ് ഒട്ടിച്ചു. എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ വൈറ്റ് കാർപ്പറ്റ് ഒട്ടിക്കുകയാണ്. കാരണം നമ്മൾ കാണുമ്പോൾ നല്ല രസത്തിൽ നിൽക്കണം. നമ്മുടെ ഇവിടെ വയ്ക്കാൻ പറ്റില്ല. ഓൾറെഡി വന്നേക്കണ കാരണം നമുക്ക് അങ്ങോട്ട് വയ്ക്കാനായിട്ടില്ല. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങി രാവിലെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ വാതിൽ തുറന്ന് നേരെ പുറത്തേക്ക് പോട്ടെ. പുറത്ത് നമ്മളിനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഹൗസിലേക്ക് പോകാനായിട്ട് ഒരു സംഭവം റെഡിയാക്കാനുണ്ട്. അത് ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിരുന്നതാണ്. അതെന്തായാലും നമുക്ക് കറക്റ്റായിട്ട് തന്നെ റെഡി ആക്കണം കേട്ടോ. ആ സംഭവം ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മോബ്സൊക്കെ പുറത്തുനിന്ന് വന്ന് കയറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, ഇവിടെ ഒരു അതിർത്തി പോലെ കെട്ടിയിട്ട് അതിൻ്റെ മേളിൽ ഇത്തിരി പൊക്കത്തിൽ വച്ചിട്ട് നമുക്ക് അതിൻ്റെ മേളിലായിട്ട് എന്തൊക്കെയാനാണ് ഒരു വേലി കെട്ടാനുള്ള സെറ്റപ്പാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അത് പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. കാരണം ഒരു വലിയ കട്ടയും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് അവിടെ ഒരു വേലി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അത് ഫുൾ റെഡി ആക്കണം. ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് കൊടുക്കാമെന്ന് തോന്നുന്നു. ഇവിടെയും ഒന്ന് കണക്ട് ചെയ്ത് അവിടെ ഒരു കട്ട കൊടുത്തു, ഇവിടെ ഒരു കട്ട, 2 കട്ട വെച്ച് തന്നെ നമ്മൾ പോകണം. നേരത്തെ അപ്പുറത്തെ വെച്ച് നമ്മൾ ഒരു ഫുൾ സൈഡ് തീർത്തിട്ടാണ് അടുത്ത സൈഡിലേക്ക് മേളിലേക്ക് കയറിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഈ സൈഡ് നമ്മൾ ടോപ്പിലൊക്കെ ഫുൾ കട്ടകൾ വെച്ച് പോവുകയാണ്. ഇവിടെ റെഡിയായി, ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഈ സൈഡും കൂടി ഓക്കെ ആക്കിയിട്ട് നമുക്ക് ബാക്കിയത്തെ പരിപാടികൾക്ക് പോകാം. ഓക്കെ, ഈ സൈഡ് അപ്പോൾ നമ്മൾ നേരെ ആക്കി. അത് ഫ്രണ്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ വൃത്തികേടായിരിക്കും. ഓക്കെ, അപ്പോൾ സെയിം ഹൈറ്റ് തന്നെയാണ്. ഇവിടെ നമ്മളിനി ഫെൻസ് വെക്കാനായിട്ടാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, രാത്രിക്ക് എന്തെങ്കിലും മോബ്സ് കാര്യങ്ങളൊക്കെ കയറി വരാതെ നമ്മൾ മാക്സിമം നമ്മുടെ ഇത് പിടിച്ചു നിർത്തണം. അപ്പോൾ അതിനായിട്ട് ഫെൻസ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഫെൻസിൻ്റെ സെറ്റപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ നമ്മുടെ ആ ഒരു പണിതിട്ടിരിക്കുന്ന വീടില്ലേ, ആ ഒരു വീടിൻ്റെ അവിടെ നിന്ന് നേരെ കയറി വന്നിട്ട് നമുക്ക് ഈ ഒരു ഫെൻസ്, അതായത് ഇപ്പോൾ നമ്മൾ ആ ഒരു വഴി കെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് കയറി വരാനായിട്ടുള്ള പ്ലാനിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ എത്ര പ്രശ്നം വരികയെന്ന് വെച്ചാൽ മോബ്സൊക്കെ അകത്തേക്ക് കയറും. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു അണ്ടർഗ്രൗണ്ട് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ആ ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിച്ച് റെഡിയാക്കുന്നത്. അത് എന്തായാലും ഫില്ല് ചെയ്ത് ആക്കട്ടെ. അത്ര സ്പേസ് നമ്മൾ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ഫുൾ സ്പേസ് നമുക്ക് ഫില്ല് ചെയ്ത് ഒന്ന് റെഡിയാക്കുക. ഓക്കെ, അത് കട്ട വെച്ച് റെഡിയാക്കിയിട്ട് ഇനി ഇവിടുന്ന് നമുക്ക് ഫില്ല് ചെയ്ത് അങ്ങോട്ടേക്ക് പോകണം. ഓക്കെ, ഒരു പൊക്കത്തിനനുസരിച്ചുള്ള ഹൈറ്റ് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ ഫെൻസൊക്കെ വെച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫെൻസ് ഇവിടെ വെച്ച് എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ടോപ്പിലും ഒന്ന് ഫെൻസ് വെക്കാനുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മോബ്സ് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറരുത്. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫെൻസൊക്കെ വെച്ചൊന്ന്
ഫില്ല് ചെയ്താക്കാണ്ട് അവിടെ വൈറ്റ് ഇത് വെക്കേണ്ട ആവശ്യമുണ്ടല്ലോ. ഓക്കെ, അത് വൈറ്റ് വെച്ച് ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി താഴെയും അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു താഴെ സ്ലാബ് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും നമ്മളിപ്പോൾ ചെയ്ത എല്ലാം സെയിം സെറ്റപ്പ് തന്നെ. ഇവിടെ നിന്ന് കണക്ഷൻ വേണോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വാർട്സ് സ്ലാബ് 2 വെച്ച് ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഫെൻസ് വെച്ച് തിരിക്കുകയാണ്. നമ്മുടെ അണ്ടർഗ്രൗണ്ട് വീട്ടിൽ നിന്ന് ഈ ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു വഴിയാണ് റെഡിയാക്കുന്നത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു ബ്രോ കമൻറ്റ് ചെയ്തിട്ടുണ്ട് താഴെ കൂടെ ബ്രോ ഒരു എന്താണ് ട്രെയിൻ വരയ്ക്കുമെന്ന്. അത് സംഭവം നൈസാണ്. ഞാനും എന്താണ് ആ ഒരു ഐഡിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ട്രെയിൻ ഉണ്ടാക്കുന്നതും അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ട് ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ചെടുത്തിട്ട് നമുക്ക് എന്തായാലും അത് സെറ്റ് ചെയ്യട്ടെ. കാരണം നല്ലതല്ലേ നമ്മുടെ ആ ഒരു അണ്ടർഗ്രൗണ്ട് വീട്ടിൽ നിന്ന് അണ്ടർഗ്രൗണ്ടിൽ കൂടെ തന്നെ ട്രെയിൻ വഴി ഈ ഒരു വീട്ടിലേക്ക് വരാനുള്ള സെറ്റപ്പ്. അപ്പോൾ ലൈറ്റ് ഇവിടെ വരണം വെക്കട്ടെ. ഇവിടെ 2 ടോർച്ച് വെച്ചിട്ടുണ്ട്. ഇനി മേളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡും വയ്ക്കാനുള്ള കുറേ ഉണ്ട്. ഇവിടെ ലാൻഡേൺ വയ്ക്കാം ഇപ്പുറത്തെ വശത്ത്. അതായിരിക്കും തോന്നുന്നു കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ വച്ച് നോക്കാം. ലാൻഡേൺ അല്ലെങ്കിൽ വയ്ക്കുമ്പോൾ ആകെ ബോറായിരിക്കും തോന്നുന്നു അല്ലേ? ലാൻഡേൺ വേണ്ടെന്ന്. ഓക്കെ, ലാൻഡേൺ ഒന്ന് വച്ച് നോക്കട്ടെ ഏതാണ് നല്ലത് അല്ലെങ്കിൽ ഏതാണ് കാണാൻ നല്ല രസം എന്നുള്ളത് നോക്കി നമുക്ക് എന്തായാലും വയ്ക്കാം. ലാൻഡേൺ പറഞ്ഞാൽ ഇവിടെ വച്ച് നോക്കാം ആദ്യം. ടോർച്ച് ഉണ്ട്, ലാൻഡേൺ ഉണ്ട്. ടോർച്ച് ആകുമ്പോൾ ഓൾറെഡി ഇങ്ങനെ പൊങ്ങി നിൽക്കും. ലാൻഡേൺ വെച്ച് കഴിയുമ്പോൾ നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഒരെണ്ണം വെച്ച് ഇവിടെയും വെച്ച് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. എന്തായാലും വെട്ടം കാര്യമുണ്ട്. അയ്യേ അത് ബോറാന്ന് തോന്നുന്നു. ഇപ്പുറത്തെ സൈഡിൽ അയ്യേ അത് വേണ്ട, ആകെ മെനകേട. അപ്പോൾ എന്തായാലും നമ്മൾ ആ മേളിൽ മാത്രം ലാൻഡേൺ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പുറം നേരെ വരുന്നോട്ട് ടോർച്ചും ഉണ്ട്, അപ്പുറത്തെ 2 ലാൻഡേൺ ഉണ്ട്. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള വീടുകളായിരിക്കും. അതായത് എങ്ങും നിങ്ങൾ കാണാത്ത പല സ്ഥലങ്ങളും നമ്മൾ സംഭവങ്ങളും നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതാണ് കണ്ണാപ്പിയുടെ വീട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഏറ്റവും പെരപ്പുറത്ത് കൊണ്ടുപോയിട്ട് ആരെങ്കിലും ലാൻഡേണൊക്കെ വയ്ക്കും. അതൊക്കെ എവിടെ കാണാൻ പറ്റും? നിങ്ങൾക്ക് മലയാളം ടെക്കീസിൽ മാത്രമാണ് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ടിങ് ടിങ് അടിച്ചേക്കുക. എല്ലാവരും ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് എനേബിൾ ചെയ്തിടുക. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് റെഡിയാക്കാം. വേറെ പ്രശ്നം കാര്യങ്ങളും ഇല്ല. നമുക്ക് സൈഡിൽ നിന്ന് ഇപ്പോൾ മോപ്സ് ഒന്നും കിടക്കരുത്. അതാണ് മെയിൻ ആയിട്ടുള്ള ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മോപ്സ് ഒന്നും പുറത്തുനിന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരാൻ പറ്റരുത്. അതിനാണ് ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഏത് വീട് പണിതാലും ആദ്യം റെഡിയാക്കാന്ന് വെച്ചാൽ ഫെൻസൊക്കെ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ അത് ഇവിടെ ഗ്ലാസ് വിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ഇവിടെ കണക്ട് ചെയ്ത് വെക്കാനുണ്ട്. അയ്യോ അത് കറക്റ്റ് അല്ല വെച്ചാൽ അവിടെ ഗ്ലാസ് വെച്ചു. ഓക്കെ, ഗ്ലാസ് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഗ്ലാസ് കറക്റ്റാണ്. അപ്പോൾ അതിൽ ഒരെണ്ണം അകത്ത് കയറിയാലും ഓക്കെ സീനില്ല. ബെഡ് ഓക്കെ, ഇവിടെ ഫർണസും ഓക്കെ, ലൈറ്റ് ഓക്കെ, ഗ്ലാസ്സും ഓക്കെ, ഫോട്ടോ ടേബിള് ചെസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് എന്ന് എനിക്ക് തോന്നണം അത് പൊട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മുടെ അണ്ടർഗ്രൗണ്ട് വീട്ടിലേക്ക് ഉള്ള ഒരു വഴിയാണ് നമ്മൾ ചെയ്ത് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അത് നമുക്കൊന്ന് റെഡിയാക്കണം. കാരണം നമ്മളിപ്പോൾ ഇങ്ങോട്ട് നീങ്ങിയാണ് നിൽക്കുന്നത്. ആ ഒരു പച്ചപ്പിക്കൂടെ ചവിട്ടി കയറി നടന്നു തന്നെ. അതിന് പകരം നമ്മുടെ ആ ഒരു വഴി പോലെ തന്നെ റെഡിയാക്കിയിട്ട് വരാൻ പാകത്തിനുള്ള സെറ്റപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊന്ന് നമുക്ക് സെറ്റാക്കണം. അതൊക്കെ ഇവിടെ അതിന് പൊട്ടിച്ചൊന്ന് റെഡിയാക്കി എടുക്കണം. അത് പൊട്ടിച്ചു ഇത് ഓക്കെ, അത് ഓക്കെ. ഇവിടെ 2 കൂടി കൊടുക്കാനുണ്ടാവുള്ളൂ. അത് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഫുള്ളാക്കി. ഇനി ഇപ്പോൾ ഓക്കെ, ബേസ് ഫുൾ വൈറ്റ് ആക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഓൾറെഡി ഇപ്പുറത്തുള്ള വീട് നല്ല വൈറ്റ് പ്യുവർ വൈറ്റ് ഡിസൈനാണ് വന്നേക്കണത്. അപ്പോൾ ആ വീട്ടിലേക്കുള്ള വഴിയും കാര്യങ്ങളും നമുക്ക് അതുപോലെ തന്നെ വൈറ്റ് കാര്യങ്ങളിൽ തന്നെ ഡിസൈൻ കൊടുത്താലാണ് കാണുമ്പോൾ ഒരു രസമുള്ളൂ. ഫുൾ ഒരു മാർബിൾ വിരിച്ച ഒരു സെറ്റപ്പില്ലേ, ആ രീതി വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വൈറ്റ് ഫുൾ വെച്ച് പോകണം. ഇതിനും പൊക്കം ഇത്തിരി കുറവാന്ന് തോന്നുന്നു. അത് നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് മുമ്പ് താഴെയുള്ള ബേസ് നോക്കിയാക്കി എടുക്കട്ടെ. ബേസ് ആദ്യം റെഡിയാക്കി ഓക്കെ ആക്കിയാൽ അടുത്ത പരിപാടികൾക്ക് നമുക്ക് പോകാൻ. കണ്ടില്ലേ ഇവിടുന്ന് അയ്യോ അത് പൊട്ടിച്ചിട്ട് ഇവിടെ വെച്ച് ഓക്കെ റെഡിയായി. അതും പൊട്ടിച്ച് ഓക്കെ ആക്കിയിട്ടുണ്ട്. താഴെ കുറേ സംഭവങ്ങളുണ്ട്, അതാണ് ഇച്ചിരി സീൻ. എന്തായാലും ഓക്കെ കണ്ടില്ല, നല്ല വൈറ്റ് മാർബിൾ പോലെയുള്ള സെറ്റപ്പ്. ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ മേളിലുള്ള ഗ്ലാസ്സിൽ കൂടെ നടന്ന് നീങ്ങും. അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ഗെറ്റപ്പ് സെറ്റാണെങ്കിൽ അങ്ങനെ ചെയ്താലാണ് കുറച്ചുകൂടി കാണുന്ന ഒരു രസമുള്ളൂ. അതിനു വേണ്ടിയാണ്, വേറെ ഒന്നിനുമല്ല. നമ്മുടെ ഇനി വീട്ടിലേക്ക് കണക്ട് ചെയ്ത് വേണം. മോബ്സ് കിടക്കാതെ പൊക്കം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടുന്ന് ടോപ്പിൽ നിന്ന് പൊട്ടിച്ച് പോകാനും. അവിടുന്ന് ഇപ്പോൾ 3 കട്ട വെച്ച് 3 കട്ടയല്ലേ, 3 കട്ടയാണ്. 1 2 3 4 കട്ടയുണ്ട്. 4 കട്ടകളിൽ ഇങ്ങനെ പൊട്ടിച്ച് നമ്മുടെ ആ ഒരു കാർപ്പറ്റ് വിരിച്ചേക്കണം ഇതിൻ്റെ അടുത്ത് എത്തണം. കാർപ്പറ്റ് വിരിച്ച് വച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വീടിൻ്റെ ഫ്രണ്ട് വശം എത്തുമ്പോൾ അറിയാൻ വേണ്ടിയാണ്, വേറെ ഒന്നിനുമല്ല. ഓക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കിനി വൈറ്റ് സ്റ്റെയർ വയ്ക്കാം, ക്വാർട്സ് സ്റ്റെയർ വയ്ക്കാം.
ഓക്കെ, 1 2 3 മതിയോ അതോ 4 വെക്കണം? 4 വയ്ക്കാം. അല്ലെങ്കിൽ ഇത് അപ്പുറയാണ് വന്നേക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് 4 വയ്ക്കാം. 4 കോഡ്സിൻ്റെ ഇത് വയ്ക്കാം. ഇപ്പുറത്തെ സൈഡൊക്കെ പൊളിച്ചിട്ട് നമുക്ക് അത് ബോറോ. ഇപ്പുറത്തെ സൈഡ് പൊളിക്കുക, എന്നിട്ട് ആ വൈറ്റ് ഇത് വയ്ക്കുക, പൊട്ടിക്കുക, വയ്ക്കുക. അത് തന്നെ പരിപാടി. ഇത്തിരി ടോപ്പിലായിട്ട് നിൽക്കുന്ന കാരണം അവിടെ ഓക്കെ. താഴെയൊക്കെ വൈറ്റ് ആക്കിയിട്ടുണ്ട്, ഇവിടെയും ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബേസും വൈറ്റ് ആക്കണം നമുക്ക്. ഇവിടെയും വൈറ്റ് വയ്ക്കുക. അണ്ടർഗ്രൗണ്ട് ഹൗസ് അപ്പുറം നല്ല രസമായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊന്നും നമ്മൾ പണി തുടങ്ങിയിട്ടില്ല. അത് നമുക്ക് ചെയ്യണം. വരും ദിവസങ്ങളിൽ നമുക്ക് ഇൻറ്റീരിയർ റെഡിയാക്കാം. അപ്പോൾ ഇൻറ്റീരിയർ റെഡിയാക്കുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാര്യങ്ങൾ വേണോ ചെയ്യണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ. അതുപോലെ തന്നെ നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഹൗസിൻ്റെ പരിപാടികൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കിട്ടുന്നതായിരിക്കും. നമ്മൾ അത്യാവശ്യം കുറച്ച് ടൈം എടുത്ത് തന്നെ അതിൽ ചെയ്തിട്ടുണ്ട്. നല്ല ടൈം എടുത്ത് തന്നെയാണ് ആ അണ്ടർഗ്രൗണ്ട് ഹൗസ് സെറ്റ് ചെയ്തെടുത്തത്. കിണർ പോലെ കുത്തി ഏറ്റവും ആ വീഡിയോ കണ്ടവർക്ക് അറിയാം എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം. സെറ്റാക്കി നമ്മൾ നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും ഇവിടെ ഇത് വൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വൈറ്റ് ആക്കട്ടെ. വൈറ്റ് മാർബിളിൽ കൂടെ എനിക്ക് തോന്നുന്നു ഇവിടെ വെള്ളം കൊണ്ടുപോയി ഒഴിച്ചാൽ സ്വിമ്മിംഗ് പൂള് പോലെ വെള്ളം കെട്ടി നിൽക്കുന്നു. ആ ഒരു സെറ്റപ്പ് ആക്കി എടുത്തു നമ്മൾ. നല്ല ബേസ് അപ്പോൾ ഏകദേശം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇവിടെയും കൂടി ഇനി വയ്ക്കാനുള്ളൂ. അവിടെ എനിക്ക് തോന്നുന്നു ബേസ് വെച്ചിട്ട് നമുക്കൊരു മറ്റേ സ്റ്റെയർ വയ്ക്കാം. അത് വേണ്ട, സ്റ്റെയർ തന്നെ ഇവിടെ വയ്ക്കാം. ഓക്കെ, അത് വൈറ്റ് ആക്കി. ഓക്കെ, ഈ സ്റ്റെയർ വെച്ചാലാണ് നമുക്കിവിടെ കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ക്വാഡ്സ് സ്റ്റെയർ ഒന്ന് വയ്ക്കുകയാണ്. 4 കട്ടയിലേസ്. മോനെ റെഡി സെറ്റാക്കി. വൈറ്റ് തന്നെ വെക്കട്ടെ. ഓക്കെ, ഇവിടെ ബേസ് കുറച്ച് കയറ്റി നീക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അവിടെയും വൈറ്റൊക്കെ വെച്ച് ഒന്ന് ഓക്കെ ആക്കി നമ്മുടെ വീടിൻ്റെ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കാനുണ്ട്. ഓക്കെ, ഈ സൈഡ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഫെൻസ് വേണമെങ്കിൽ വയ്ക്കാം, അത് ഇതിൻ്റെ ആവശ്യമില്ല. അവിടെയൊക്കെ വൈറ്റ് വയ്ക്കാം. കാരണം അല്ലെങ്കിൽ കട്ട പോലെ പോകുന്ന രീതിയിൽ നമുക്ക് ഇറങ്ങി പോകാനായിട്ട് വേറൊരു തെണ്ടിയുടെയും പേടിക്കാതെ, മറ്റേ ഏതാണ് CID മൂസയിൽ പറയില്ല എൻ്റെ വണ്ടി തല്ലാൻ വേറൊരു തെണ്ടിയുടെ ആവശ്യമില്ലാന്ന്, അതുപോലെ നമുക്ക് ഇറങ്ങി പോകാനായിട്ട് വേറൊരു തെണ്ടീനെ പേടിക്കാതെ നമുക്ക് ഇറങ്ങി പോകാനായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള പൊക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. അത് ഓക്കെ, അത് പൊട്ടിച്ച് ഓക്കെ ആക്കി. ഇവിടെ ഫെൻസ് വയ്ക്കാം. സെയിം ഹൈറ്റൊക്കെ തന്നെയല്ലേ, ഫെൻസ് വെച്ച് പോകും. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഇത്തിരി പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത് ഇവിടെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം പണി കിട്ടുമെന്ന് അറിയില്ല. നോക്കട്ടെ. എന്തായാലും ഹൈറ്റിൽ കൂടെ നമുക്ക് ഫെൻസ് വെച്ച് ഫെൻസ് വെച്ച് പോകാം. വേലി വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് ആ ഒരു സൈഡ് തീർന്നിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തൊക്കെയാണ് വയ്ക്കാനുള്ളതെന്ന് നോക്കാം. അവിടെയും വയ്ക്കാനുള്ള ഈ സെയിം പോലെ തന്നെ നമുക്ക് വച്ച് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പുറത്തെ സൈഡിൽ ഒരു കട്ട വരെ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും ചെയ്യാം. ഇപ്പം എന്തായാലും ഫില്ല് ചെയ്ത് വെച്ച് പോവാം. ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അവിടെയും കണക്ട് ചെയ്യാനായിട്ട് നല്ല പാടാണ്. ഓരോ കട്ട വെച്ച് പോകാമല്ലോ. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി മേളീന്ന് ഇവിടെ വെച്ച് ഓക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ആ ഫ്രണ്ട് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടി നമുക്ക് റൈറ്റ് സൈഡും കുറേ സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യണം. പിന്നല്ല, അപ്പോൾ ഇവിടെ റെഡിയാക്കി. ഇനി വീട്ടിലേക്ക് കയറാനായിട്ട് ക്വാഡ്സിൻ്റെ സ്റ്റെയർ വയ്ക്കാം. അതും ഓക്കെ ആയിട്ടുണ്ട്. നേരെ കാർപ്പറ്റ് ഫുൾ വിരിച്ചാലോ, വേണമെങ്കിൽ കാർപ്പറ്റ് ഫുൾ വിരിച്ചൊന്ന് റെഡിയാക്കി സെറ്റാക്കാം. ഓക്കെ, 3 കട്ടയും കൂടി ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ കാർപ്പറ്റും വിരിച്ച് ഇവിടം വരെ റെഡി. അയ്യോ, അത് പുറത്തേക്ക്, അത് വൃത്തികേടായിരിക്കുന്നു. ഇല്ല, നമുക്ക് കയറി പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ബാക്കിത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി താഴെ അപ്പോൾ നമ്മുടെ വീട് സെറ്റ് ഇൻറ്റീരിയർ വർക്കൊക്കെ പൂർത്തീകരിച്ച നമ്മുടെ ആദ്യത്തെ, അതായത് നമ്മുടെ ആ ഒരു ഏരിയയിലെ ആദ്യത്തെ വീടാട്ടോ. ഇപ്പോൾ ഒരു മോഡേൺ ആയിട്ട് ചെയ്ത സിമ്പിൾ ഹൗസ്, അതായത് സിമ്പിളായിട്ടുള്ള ഒരു മോഡേൺ വീടാണ് നമ്മൾ ചെയ്തത്. വെളിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല രസമായിട്ട് തന്നെ നമ്മുടെ വീടിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളിതൊക്കെ എന്താണ് ഓരോരോ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയും റെഡിയാക്കി എടുത്തിട്ടുള്ളതും. അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ട്രീ ഹൗസ് ഇവിടെ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല ജിന്നാഗടി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അതും സീനില്ല. മേളിൽ കയറി നമുക്ക് നോക്കാം. കുറേ ദിവസമായി നമ്മൾ വന്ന് നോക്കിയിട്ട്. അപ്പോൾ മേളിലേക്ക് കയറിയിട്ട് ട്രീ ഹൗസിൻ്റെ ടോപ്പിലേക്ക് വേണം. എൻ്റെ മോനെ, ഇത് വേറെ സീൻ കിട്ടിയിട്ടുണ്ടില്ല. മേളിൽ നിന്ന് എന്തത്, അയ്യോ, അത് പൊട്ടിക്കാൻ കളഞ്ഞിട്ടുണ്ട്. നേരെ അവിടെ ഒന്ന് അടച്ചു വെക്കണം, അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങിയതാണോ അത്? എന്തെങ്കിലും കട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം വെച്ചൊന്ന് അടച്ചു വെക്കട്ടെ. നമുക്ക് സ്ലാബ് വെച്ചിട്ട് സെറ്റ്. അപ്പോൾ സ്ലാബിൻ്റെ അത് വെച്ചിട്ട് നമ്മളവിടെ അടച്ചു വെച്ചിട്ടുണ്ട്.
ട്രീ ഹൗസ് ഇതാട്ടോ. ഈ ട്രീ ഹൗസ് പണിത വീഡിയോ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ കാണാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങൾ ഇന്ന് നമ്മുടെ മോഡേൺ ഹൗസിന് നിങ്ങൾ 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കുന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള സജഷൻസും, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും പോരായ്കയൊക്കെ തോന്നി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഈ വീഡിയോയ്ക്ക് താഴെ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയും കമൻറ്റ് ചെയ്യാം. പോസിറ്റീവായിട്ടുള്ളതോ നെഗറ്റീവായിട്ടുള്ളതോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞുതരാം, നമ്മളെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാതെ പോകരുത്, പിന്നല്ല. അപ്പോൾ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം. നമ്മുടെ അനാലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ അറിയാം, നമുക്ക് ഭൂരിഭാഗം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ വ്യൂസാണ്. അപ്പോൾ ആ മച്ചാന്മാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തിനാണ് ബൈ ഇങ്ങനെ മടി കാണിക്കുന്നത്? ഒരു സബ്സ്ക്രൈബ് ഐക്കൺ ഞെക്കാനുള്ളതല്ലേ, ഫ്രീ ആണ് ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെന്താണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം, നമ്മുടെ മലയാളം ടെക്കീസ് ഡിസ്കോഡ് സെർവർ ഉണ്ട്. അതുപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഡിസ്കോഡ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ നോക്കുക. നമ്മുടെ മോഡേൺ ഹൗസ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ അല്ല പൊളിക്കണം, നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് അതായത് പണിയുന്നതിന് മുമ്പേ നമ്മൾ ആ ഒരു ഇമാജിൻ ചെയ്തതിന് കുറച്ചുകൂടി നല്ല രസമായിട്ടുണ്ട്. കളറൊക്കെ വന്നിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് പോയിട്ടുണ്ട്. പിന്നെ ഓവർ ആർഭാടങ്ങളാണ് നമ്മളെല്ലാം റെഡിയാക്കിയേക്കുന്നത്. കാരണം ഫെൻസൊന്നും വെക്കണം എന്ന് വിചാരിച്ചില്ല, പക്ഷേ വന്ന് അത് ഫെൻസിൻ്റെ ഒരു വീക്ക്നെസ് ആണ്. പിന്നല്ല, അപ്പോൾ അടുത്ത ദിവസം കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും എല്ലാ ചങ്ക് ബഡീസിനും ഗുഡ് ബൈ.